കഴിഞ്ഞ മാസം 28-നാണ് പ്രിയങ്ക ഗാന്ധി വാദ്ര വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാംഗമായി പാർലമെന്റിലെത്തിയത്. അന്നു മുതൽ പ്രിയങ്ക വാർത്തകളിൽ നിറയുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്ന ബാഗുകളാണ് വലിയ ചർച്ചയാവുന്നത്. ഇന്നലെ പലസ്തീൻ അനുകൂല ബാഗ്, ഇന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാഗ്. പലസ്തീൻ അനുകൂല ബാഗ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണെന്ന് പറഞ്ഞ BJPക്ക് മറുപടിയായിരുന്നു ഇന്നത്തെ ബാഗ്. വാസ്തവത്തിൽ പ്രിയങ്ക തന്റെ ആക്സസറീസിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന് അപ്പുറത്തേക്ക് വാർത്തകളുടെ ഫോക്കസ് ആവാൻ ഒരു ബോധപൂർവമായ ശ്രമം പ്രിയങ്ക നടത്തുന്നുണ്ടോ? രാജ്യം വിജയ് ദിവസ് ആചരിച്ച ഇന്നലെ ശൂന്യവേളയിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെയാണ് പ്രിയങ്കയുടെ ബാഗ് BJPക്കാർ വലിയ വിവാദമാക്കിയത്. പുരുഷാധിപത്യ സമൂഹം അല്ലെങ്കിലും സ്വതന്ത്ര ചിന്തകളുള്ള സ്ത്രീകളെ അംഗീകരിക്കാറില്ല എന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി. അവർ പറയുന്നതനുസരിച്ച് വസ്ത്രം ധരിക്കാൻ തന്നെ കിട്ടില്ല, എനിക്കിഷ്ടമുള്ളത് ഞാൻ ധരിക്കും, പ്രിയങ്ക പറഞ്ഞു. You want to say something? Why are you carrying this bag? I've said many times what my beliefs are regarding this. And if you look at my Twitter handle, all my comments are over there. They say that the parliamentarians can't carry this. Who's going to decide what clothes I wear now? Who's going to decide that? That's typical patriarchy, that you decide what clothes women wear also. Okay, ma'am. I don't subscribe to that. I will wear what I want. പലസ്തീൻ ഐക്യദാർഢ്യം പ്രിയങ്ക വേഷത്തിലൂടെ ഉയർത്തുന്നത് ഇതാദ്യമായല്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പലസ്തീൻ പ്രതിനിധി ആബിദ് എൽറാസെഗ് അബി ജാസറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രിയങ്ക. അന്നവർ പരമ്പരാഗത പലസ്തീൻ ശിരോവസ്ത്രമായ കഫിയ ധരിച്ചാണ് എത്തിയത്. കൂടിക്കാഴ്ചയിൽ പലസ്തീൻ പോരാട്ടങ്ങൾക്ക് പ്രിയങ്ക ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഏറെക്കാലമായി കാത്തിരുന്ന പാർലമെന്റിലേക്കുള്ള വരവിൽ പ്രിയങ്ക വളരെ കോൺഷ്യസ് ആണെന്ന് ഉറപ്പ്. കഴിഞ്ഞയാഴ്ച നരേന്ദ്രമോദിയും അദാനിയും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാരിക്കേച്ചർ പ്രിന്റ് ചെയ്ത ബാഗാണ് പ്രിയങ്ക കൊണ്ടുവന്നത്. ഇന്നാകുമ്പോഴേക്ക് ബാഗിനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആക്കുന്നുണ്ട് അവർ. നേരത്തെ MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം പ്രിയങ്ക ധരിച്ച കേരള സാരിയും അത്തരമൊരു ചേഞ്ച് ആയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കേരളത്തിലെത്തിയപ്പോഴും പ്രിയങ്ക ധരിച്ചത് കേരള സാരിയാണെന്ന് ഓർക്കണം. മുൻപ് ഉത്തർപ്രദേശിൽ സോണിയയുടെയും രാഹുലിന്റെയും ഒക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സമയത്ത് മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ കോട്ടൺ സാരികളായിരുന്നു സ്ഥിരം വേഷം. ഹെയർ സ്റ്റൈൽ ഉൾപ്പെടെ ഒറ്റ കാഴ്ചയിൽ ഇന്ദിരാഗാന്ധി തന്നെ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു അന്ന് പ്രിയങ്ക വേദികളിലെത്തിയത്. എന്നാൽ അതേ കാലത്ത് തന്നെ പാർലമെന്റിൽ രാഹുലിന്റെ പ്രസംഗം കേൾക്കാനെത്തുന്ന വേളയിൽ വെസ്റ്റേൺ ഔട്ട്ഫിറ്റുകളായിരുന്നു പ്രിയങ്കയുടെ വേഷം. പാർലമെന്റിലെത്തി 2 ആഴ്ചയ്ക്കകം പരമാവധി വാർത്താ കേന്ദ്രമായിട്ടുണ്ട് പ്രിയങ്ക. രാഹുലിൽ നിന്ന് മാധ്യമ ശ്രദ്ധ മിക്കവാറും പ്രിയങ്കയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. പ്രിയങ്കയാവട്ടെ ആ ശ്രദ്ധയെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. അതായത് ഇപ്പോൾ പ്രിയങ്ക കളിക്കുന്നത് ഗാലറിക്ക് വേണ്ടി തന്നെയാണെന്ന് ചുരുക്കം.